കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി UDFന്റെ അവിഭാജ്യ ഘടകമായിരുന്ന കേരള കോൺഗ്രസ് എം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെടുത്ത തെറ്റായ തീരുമാനം തിരുത്തി മാതൃസംഘടനയിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. UDFന്റെ കരുത്തായിരുന്ന ആ പ്രസ്ഥാനം ഇടത് പാളയത്തിലേക്ക് ചേക്കേറിയതോടെ ഉണ്ടായ തകർച്ച നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ആ തെറ്റായ വഴിയെ ഉപേക്ഷിക്കാനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാനും കേരള കോൺഗ്രസ് എം തയ്യാറായിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതിന് പിന്നിൽ ദേശീയ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ശബ്ദമായ സോണിയാഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടലുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് പകരുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായതോടെ തങ്ങളുടെ തനിമയും പ്രതാപവും നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് എം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. CPMന്റെ ആധിപത്യത്തിന് മുന്നിൽ സ്വന്തം വ്യക്തിത്വം അടിയറവ് വെക്കേണ്ടി വന്ന പാർട്ടിയുടെ തിരിച്ചറിവാണിത്. മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അടിത്തറ പാകാൻ സഹായിച്ച ജോസ് കെ മാണിയെയും സംഘത്തെയും ഇന്ന് അവർ അവഗണിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. CPMന്റെ ഭരണപരാജയങ്ങളും ജനവിരുദ്ധ നയങ്ങളും കാരണം ജനങ്ങൾ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ കേരള കോൺഗ്രസിന് ആവാത്ത അവസ്ഥയാണുള്ളത്. ഇതിൽ മനം നൊന്താണ് പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗം നേതാക്കളും അണികളും UDFിലേക്ക് മടങ്ങണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നത്. ഈ നിർണായക ഘട്ടത്തിലാണ് സോണിയാഗാന്ധി ജോസ് കെ മാണിയെ നേരിട്ട് വിളിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനവിരുദ്ധ LDF സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളത്. ഹൈക്കമാൻഡിന്റെ ഈ നീക്കം കേരളത്തിന്റെ UDF നേതൃത്വം സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിലവിൽ LDF സംഘടിപ്പിക്കുന്ന ജാഥകളിൽ നിന്നും മറ്റും ജോസ് കെ മാണി വിട്ടുനിൽക്കുന്നത് ഈ മുന്നണി മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ്. CPMന്റെ തകർച്ച ഇതോടെ പൂർണ്ണമാകുമെന്നും മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച പരോക്ഷമായ മേൽക്കൈ അവസാനിപ്പിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എമ്മിന്റെ ഈ നീക്കം വലിയൊരു പ്രഹരമാണ്. മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളും കർഷക വോട്ടുകളും ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കിയ പിണറായി സർക്കാരിന് ഇനി ആ തണൽ നഷ്ടപ്പെടാൻ പോകുന്നു. കർഷക വിരുദ്ധ നയങ്ങളും അഴിമതിയും മുഖമുദ്രയാക്കിയ ഇടതുപക്ഷത്തിന് ഇനി കേരള കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ജോസ് കെ മാണിക്ക് കീഴിലുള്ള 5 MLAമാരിൽ 4 പേരും പാർട്ടി ചെയർമാന്റെ ഏത് തീരുമാനത്തോടും ഒപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണത്തിന്റെ സുഖസൗകര്യങ്ങളിൽ മയങ്ങിക്കിടക്കുന്ന ചിലരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം ജനവികാരം മനസ്സിലാക്കി UDFനൊപ്പം നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയും UDFും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണിത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉജ്ജ്വല വിജയം ഉറപ്പാക്കാൻ ഈ മുന്നണി വിപുലീകരണം വലിയ കരുത്തു പകരും. CPMന്റെ ഏകപക്ഷീയമായ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഒരു കുടക്കീഴിൽ വരണമെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്.